ഹായ് കൂട്ടുകാരെ, ഞാൻ ലേഖ റഫീഖിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് ലീവൊക്കെ കഴിഞ്ഞ് നാടൻ ഭക്ഷണശാലയിൽ ചേച്ചി ലീവെല്ലാം കഴിഞ്ഞ് എത്തി. അപ്പോൾ നമുക്ക് ഇന്ന് കുറേ നാളായിട്ടൊരു വീഡിയോ ഇടാറില്ല. ഇന്നൊരു വീഡിയോ ഇടാൻ പോകണം. ഞാനൊരു 2 കിലോ ഷീലാവും, നല്ല പിടക്കണ ഷീലാവും മേടിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഫ്രൈ ആക്കാം. അപ്പോൾ ഞാനിത് എടുത്ത് കഴുകി ഫ്രഷാക്കി കൊണ്ടുവരാം. വീഡിയോ എടുത്ത് കഴുകട്ടെ. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്താണ് മേടിച്ചേക്കണം. നമുക്കൊന്ന് കഴുകിയെടുത്താൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് അതൊന്ന് നല്ലോണം ഒന്ന് തേച്ചെടുക്കാം. ഉപ്പിട്ടിട്ട് നല്ലോണം തേച്ചാൽ അതിൻ്റെ ഉടുമ്പെല്ലാം പോകും. ഒന്ന് ഫ്രഷാക്കി എടുക്കാം. ചട്ടിയിലിട്ട് നല്ല മൺചട്ടിയിലിട്ടാണ് നമ്മളിത് തേക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചട്ടി വലിയ ചട്ടി വേണം. ഞാനിതൊന്ന് കഴുകാം. ഷീലാവ് ഞാൻ നല്ലോണം കഴുകി എടുത്തത് നമുക്ക് 2ആയിട്ട് കഷ്ണിച്ചിടാം. ഒരു പീസാണ്, നമ്മൾ ഓരോ പീസാക്കിയാണ് നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ നമുക്കത് 2ആയിട്ട് മുറിച്ചിടാം. നമ്മൾ വരഞ്ഞെടുക്കാം. നല്ല ഉപ്പും പുളി എരിവൊക്കെ അതിനകത്ത് കയറണം. നമുക്കിതൊന്ന് വരഞ്ഞെടുക്കാം. എന്നാലേ അതിൻ്റെ ഉള്ളിലോട്ട് ആ ഗ്രേവിയൊക്കെ നല്ലോണം പിടിക്കുകയുള്ളൂ. ഷീലാവ് വളരെ ടേസ്റ്റി ഉള്ളൊരു മീനാണ്. കറി വെക്കാനും നല്ലതാണ്, ഫ്രൈ ആക്കാനും വളരെ ടേസ്റ്റി ഉള്ളൊരു വിഭവമാണ്. അപ്പോൾ നമുക്കിത് നാടൻ ഭക്ഷണശാലയിൽ ചിക്കൻ ഫ്രൈ ഉണ്ട്, അയില ഫ്രൈ ഉണ്ട്, കൊഴുവ ഫ്രൈ ഉണ്ട്, ഷീലാവ് ഫ്രൈ ഉണ്ട്. അത്രയും ഫ്രൈ ആണ് നമുക്കിന്ന് സ്പെഷ്യലായിട്ടുള്ളത്. ചേച്ചി വളരെ ഹാപ്പിയാണ്. ചേച്ചിയുടെ മോളുടെ കല്യാണം എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം കൊണ്ട് എല്ലാം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായിട്ട്, വളരെ ഭംഗിയായിട്ട് മോളുടെ കല്യാണം കഴിഞ്ഞ് ചേച്ചി വളരെ ഹാപ്പിയാണ്. വരഞ്ഞ് കഴിഞ്ഞ് നമുക്കിനി മീൻ കഴുകി പിന്നെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്രേവി വരട്ടാം. അപ്പം ഞാൻ അതിനായിട്ട് 1 സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, മുളക് പൊടി. അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഞാനത് 4 സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. വിനാഗിരി, ആവശ്യത്തിനുള്ള വിനാഗിരി, കുറച്ച് എണ്ണ. നമുക്കിതൊന്ന് പുരട്ടിയെടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റ്, അതേപോലെ 1/4 ടീസ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഒന്ന് കട്ട് ചെയ്തേക്കണേ കേട്ടോ. ചുമയൊക്കെ നമുക്കിത് ഓരോന്നായിട്ട് നല്ലോണം പുരട്ടിയെടുക്കാം.
നമ്മൾ എപ്പോഴും മസാല പുരട്ടുമ്പോൾ അതിൻ്റെ അകവും പുറവും ഒക്കെ നല്ലോണം, അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കണം. എന്നാലും ആ ഗ്രേവിയൊക്കെ നല്ലോണം പിടിക്കും. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടായി ഒന്ന് റെസ്റ്റ് ചെയ്യാം, 2 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഈ മീനൊന്നും പൊടിഞ്ഞ് പോയിരിക്കാൻ വേണ്ടി ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് കുറച്ച് നമ്മളെപ്പോഴും മീൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് എണ്ണയിടത്ത് ഇടിയുടെ മീൻ പൊടിഞ്ഞ് പോയാൽ വളരെ ടേസ്റ്റിയാണ് ഈ മീൻ. നമുക്ക് എണ്ണ നല്ലോണം തിളച്ചിട്ട് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം മുരിയ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ട് നമുക്കിതൊന്ന് മറിച്ച് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ പീസാക്കിയാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് പീസാക്കേണ്ട, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ നമുക്കിത് പീസാക്കിയില്ല വേണ്ട. നമ്മളിപ്പോൾ ഓരോ പീസാക്കിയാണ് നമ്മളിവിടെ കൊടുക്കാനാണ് നമ്മൾ പീസാക്കി ഫ്രൈ ആക്കിയേക്കുന്നത്. അപ്പം അതിൻ്റെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 ദിവസം നല്ലോണം ഒന്ന് മതിയാക്കാം. നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ഇട്ടു. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് മീൻ മസാല പുരട്ടി കഴിയുമ്പോൾ നമ്മളൊരു 5 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കൂടി മൊരിയട്ടെ. അപ്പോൾ നമ്മുടെ ഷീലാവ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പവും വളരെ രുചികരവുമായിട്ടൊരു ഫ്രൈ ആണ് ഷീലാവ് ഫ്രൈ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ഇടുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് വേണം ഇനി നമുക്ക് മുന്നോട്ട് പുതിയ വീഡിയോകളുമായി കാണാം. താങ്ക് യു.